അല്ലാഹുവിനോട് സ്നേഹമാണ്. റോട്ടിൽ കാണുന്ന പെണ്ണുങ്ങളോട് കമന്റ് അടിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും അല്ലാഹുവേ എന്റെ ഇഷ്ടം നിന്നോടാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്റെ ചെറുപ്പക്കാരി, എന്റെ ചെറുപ്പക്കാരെ, എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട് പടച്ചവനെ. നമ്മൾ ലവ് അഫെയറൊക്കെ എന്താ സോഫ്റ്റ് കോർണറും കഥകളൊക്കെ അങ്ങനെ ഫോർവേഡ് ചെയ്തിട്ടും മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടും കിട്ടുക, ഫോർവേഡ് ചെയ്യുക, അങ്ങോട്ട് മെസ്സേജ് ചെയ്യുക, കമന്റ് അടിക്കുക. إن الرجل ليتكلم بالكلمة من سخط الله لا يلقي لها بالا يهوي بها 70 خريفا في قعر جهنم شفيعنا رسول الله. നിങ്ങൾ ലെവലേശം മൈൻഡ് ചെയ്യാതെ പറയുന്ന ചില വാക്കുകളുണ്ട്. മൈൻഡ് ചെയ്യാതെ പറയുന്നത് മിൻ സഖത്തില്ലാഹ്, അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകളാണ്. അങ്ങനത്തെ ചില വാക്കുകൾ നിങ്ങൾ ലെവലേശം മൈൻഡ് പോലും ചെയ്യാതെ ലാ യുൽഖി ലഹാ ബാലൻ, യു നെവർ മൈൻഡ് ഇറ്റ്, ഒരിക്കലും ഇത് അത്ര സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു വാക്കിന്റെ പേരിൽ യഹ്വീ ബിഹാ 70 ഖരീഫൻ ഫീ ഖഅരി ജഹന്നം, നരകത്തിന്റെ ആഴമുള്ള ആഴങ്ങളിലേക്ക് 70ഓളം വർഷം അതുകൊണ്ട് മനുഷ്യൻ വീണുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. 70 വർഷം എടുക്കും ആഴത്തിലെത്താൻ. കാരണം എന്തേ? പറഞ്ഞുപോയ ചില വാക്കുകൾ, ആ വാക്ക് മൈൻഡ് ചെയ്യാതെ പറഞ്ഞതാണ്, ആലോചിക്കാതെ പറ. അള്ളാഹ് ഇഷ്ടമില്ലാത്ത വാക്ക് പറയുന്നത്. സ്നേഹം അള്ളാഹുവിനോടാണെന്ന് പറയാൻ തോന്നിയോ? മുസ്ലിമാകുന്നത് എനിക്ക് അഭിമാനമാണ്, എനിക്കത് ഇഷ്ടമാണ്. പർദ്ദ ധരിച്ചു പോകുന്നത്, മഫ്ത ധരിക്കുന്നത്, മുഖം മറക്കുന്നത്, അച്ചടക്കത്തോടെ പെണ്ണ് ജീവിക്കുന്നത് ഭർത്താവിന് വേണ്ടിയല്ല നീ ഇത് ചെയ്യുന്നത്, അല്ലാഹുവിന് വേണ്ടി ചെയ്യ്. വാപ്പ പറഞ്ഞു, ഉമ്മ പറഞ്ഞു, അതിന്റെ പേരിൽ ചെയ്യേണ്ട മോളെ. കൊണ്ട് കാര്യം കിട്ടുന്നില്ല, നീ അനുസരിച്ചോ, അനുസരണത്തിന്റെ കൂലി കിട്ടും. പക്ഷേ അത് നിനക്ക് മധുരമാകുന്നത് നീ അല്ലാഹ് പറഞ്ഞത് കേട്ട് ചെയ്യുമ്പോഴാണ്. എന്റെ റബ്ബനോട് പറഞ്ഞുവല്ലോ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരവരുടെ വസ്ത്രങ്ങൾ താഴ്ത്തണം, നെഞ്ചിലൂടെ താഴ്ത്തണം. മുഖം മറക്കുന്ന വസ്ത്രം കൊണ്ട് നെഞ്ചുവരെ താഴ്ത്തണമെന്ന് പറഞ്ഞുവല്ലോ. ഞാനങ്ങനെ നടക്കുന്നത് എന്റെ റബ്ബനോട് പറഞ്ഞതുകൊണ്ടാണെന്നൊരു പെണ്ണ് ചിന്തിച്ചാൽ നീ ധരിക്കുന്ന പർദ്ദ ഇബാദത്തിന്റെ പർദ്ദയാണ്. ഹറാമായ ബിസിനസ്സുകളും ഹറാമായി പൈസ സമ്പാദിക്കാൻ എത്രയോ മാർഗങ്ങളുണ്ടായിരിക്കെ എന്റെ റബ്ബിന് പലിശയുടെ ഏർപ്പാടുകൾ ഇഷ്ടമല്ലല്ലോ എന്ന് വിചാരിച്ച് മാറ്റിവെച്ചാൽ അത് അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ടുള്ള ത്യാഗമാണ്, അത് അല്ലാഹുവിന് പൊരുത്തമാണ്. അങ്ങനത്തെ ആളിന്റെ നിസ്കാരത്തിന് മധുരമുണ്ട്, നോമ്പിന് മധുരമുണ്ട്, സ്വലാത്തിന് മധുരമുണ്ട്, ജുമുഅക്ക് വന്നിരിക്കുമ്പോൾ മധുരമുണ്ട്. ഖുത്ബ ഓതുന്ന മിമ്പറിൽ പറയുന്ന ഒന്നും തിരിഞ്ഞില്ലെങ്കിലും അത് ഇബാദത്തും ദിക്റുമാണെന്ന് മനസ്സിലാക്കിയാൽ പോലും അവരുടെ ഹൃദയത്തിന് ആനന്ദമുണ്ട്. എപ്പോ എന്റെ ഇസ്ലാം എനിക്ക് പൊരുത്തമാണ്. അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? അല്ലാഹു പറഞ്ഞത് എനിക്ക് ഇഷ്ടമായി. വബിമുഹമ്മദിൻ നബിയാ, എന്റെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി പറഞ്ഞയച്ചത് എനിക്ക് പൊരുത്തമായി. അല്ലാഹ് മൻ റളിയ ബില്ലാഹി റബ്ബൻ, എനിക്കത് പൊരുത്തമായി, എനിക്ക് ഇഷ്ടമായി. മതി മതി മതി, ഇനി വേറെ ആരും പറയണ്ട. എന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ ഞാനതുപോലെ ജീവിക്കാൻ ഒരുക്കമാണ്, എന്റെ റസൂലിന്റെ കൽപ്പനയാണോ ഞാൻ റെഡി എന്ന് പറയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഈമാനിന്റെ മധുരം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. അങ്ങനത്തെവർക്കേ മധുരമറിയൂ, അല്ലാത്തത് കോലം കെട്ടി നടക്കലാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, വയശീബുൽ മർഉ ഫിൽ ഇസ്ലാം, മുസ്ലിമായിട്ട് നരബാധിക്കുന്നവരെ മുസ്ലിമായി ജീവിച്ച എത്രയോ ആളുകൾ ലം തുഖ്ബൽ ലഹു സ്വലാ, ഒരു നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കാത്ത എത്രയോ പ്രായമാകുന്ന ആളുകൾ മുസ്ലിമീങ്ങളിൽ കാണുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തേ നിസ്കരിക്കണം? നിസ്കരിക്കാൻ വയ്യല്ലോ, വാപ്പ തല്ലൂലേ, ഉമ്മ തല്ലൂലേ? അതല്ല, നിസ്കാരം എന്റെ ആവശ്യമാണ്, എനിക്ക് നിസ്കരിക്കണം, അത് പറയും. I have to pray, അതല്ല, I need to pray. എനിക്ക് നിസ്കരിക്കണം, അത് എന്റെ വിജയത്തിനാണ്, എന്റെ സമാധാനത്തിനാ, എന്റെ മനസ്സിനെ അല്ലാഹു തണുപ്പിക്കാനാ, എന്റെ മനസ്സ് മോശമായി ചിന്തകളിലേക്ക് വഴിതെറ്റിപ്പോകാതെ അല്ലാഹു കാവൽ തരണം. എനിക്ക് നിസ്കരിക്കണം. അല്ലാഹു വിളിക്കുന്നുണ്ട്, ഹയ്യ അലസ്സലാ,
നിസ്കാരത്തിന് വരണേ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരണേ എന്ന് അള്ളാഹുവിന് വേണ്ടി ഈ മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിനിധിയായ മുക്രിക്ക അല്ലെ മുഅദ്ദിനെ വിളിച്ചു പറയുമ്പോ, ഞാനിതാ വരുന്ന പടച്ചവനെ, നീ എന്നെ വിളിച്ചുവല്ലോ, ഞാൻ വരട്ടെ. ആ സ്നേഹത്തോടെ പോകുന്ന നിസ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആർക്കൊക്കെയോ വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരത്തിന് വേറെയാണത്. ഇതുപോലെയല്ല, മധുരം കിട്ടൂല. മധുരം ഇല്ലാതിരുന്നാൽ ചടച്ചു പോകും, ബോറടിക്കും. അതാണ് ഉറക്കം വരുന്നത്. പിന്നെ അപ്പോഴാണ് നമുക്ക് ഖുതുബ നീണ്ടല്ലോ, ഇമാമിന്റെ നിസ്കാരങ്ങൾ നിസ്കാരം നീണ്ടുപോയാൽ പിന്നെ പെറുപെറുക്കുന്നത്, ഈ ഇമാമിന് നമുക്ക് ശരിയാവൂല, അർജന്റായിട്ട് മാറ്റണം. എന്തേ? നിസ്കാരം വലിയ നീണ്ടുപോകുന്നുണ്ട്. എന്തേ തോന്നാൻ കാരണം എന്നറിയോ? നിസ്കാരത്തിന്റെ മധുരം അറിഞ്ഞിട്ടില്ല. മധുരം നിർത്തല്ലിൻ വേണ്ട, നിർത്തല്ലിൻ എന്ന് ഒരുപാട് മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു പോകും. എനിക്ക് നിസ്കരിക്കണല്ലോ. 11 പ്രാവശ്യം മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ പറഞ്ഞ് 6-7 വയസ്സിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും വജദ്തു ലിദാലിക ഫീ ഖൽബി ഹലാവ, എന്റെ ഹൃദയത്തിൽ എനിക്കൊരു മധുരം തോന്നി. അല്ലാഹു മഈ എന്ന് പറയാൻ, അല്ലാഹു നാദിരി എന്ന് പറയാൻ, അല്ലാഹു ഷാഹിദി എന്ന് ചൊല്ലുമ്പോൾ എനിക്കൊരു മധുരം വരാൻ തുടങ്ങി. അല്ലാഹു എന്റെ കൂടെയുണ്ടല്ലോ, അള്ളാഹു എന്നെ നോക്കുന്നുവല്ലോ, അള്ളാഹു എന്റെ സാക്ഷിയാണല്ലോ. അതാണ് ആ വാക്ക്. CCTV-കളുണ്ട്, CCTV-കൾ, സർക്യൂട്ട് ക്യാമറകൾ. ഇതിന്റെ അർത്ഥം എന്താ? ആരോ നിന്നെ വീക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ട് ശരിക്കും നടന്നോ. അതുകൊണ്ടാ ക്യാമറ സർവിലിയൻസ് ഉള്ള സ്ഥലത്ത് ആരും വല്ലാതെ മോഷ്ടിക്കാൻ നടക്കൂല. കാരണം മോഷ്ടിച്ചത് പിക്ചർ അടക്കം വരെ പിന്നീട് റെക്കോർഡിംഗ് അടക്കമാണ്. ആരൊക്കെയോ നിന്നെ നോക്കുന്നുണ്ടെന്ന് പഠിപ്പിക്കുന്ന ക്യാമറ. അതിന്റെ മുമ്പേ ഇസ്ലാം പറഞ്ഞു, നീ ക്യാമറയിലേക്ക് അങ്ങോട്ട് നോക്ക്, നീ അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നിന്നെ നോക്കുന്നതല്ല വിഷയം. മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, നബിയേ എന്താണ് നബിയേ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ 80 ദിവസങ്ങൾക്ക് മുമ്പാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദ്യം ചോദിച്ചത്. ഹദീസു ജിബ്രീൽ അലൈഹിസ്സലാം, ഹദീസു ജിബ്രീൽ. ഇസ്ലാമിന്റെ രത്നച്ചുരുക്കം എന്താണെന്ന് പറഞ്ഞു കൊടുത്ത ഹദീസാണത്. രത്നച്ചുരുക്കം എന്താ? 80 ദിവസം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ ഇരിക്കുമ്പോഴല്ലേ ഒരു ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നത്. ലാ യുറാ അലൈഹി അഥറുസ് സഫർ, യാത്രക്കാരന്റെ ചടപ്പുകളോ മുഷിപ്പുകളോ വസ്ത്രത്തിലില്ല. നല്ലൊരു വെളുത്ത വസ്ത്രം. അസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, കാലിന്റെ മുട്ട് ഹബീബിന്റെ കാൽമുട്ടിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു, യാ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബിർനി മൽ ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു തരിൻ. അഖ്ബിർനി മൽ ഈമാൻ, ഈമാൻ എന്താണെന്ന് പഠിപ്പിച്ചു തരിൻ. ഈമാനിന്റെ 6 റുക്നുകളും ഇസ്ലാമിന്റെ 5 റുക്നുകളും പറഞ്ഞു കൊടുത്തപ്പോ അടുത്ത ചോദ്യം മൽ ഇഹ്സാൻ, എന്താണ് നബിയേ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? ഇഹ്സാൻ ഏറ്റവും വലിയ നന്മ എന്ന വാക്കിനർത്ഥം. അഹ്സന മുഹ്സിൻ എന്നൊക്കെ പറഞ്ഞെന്താ? നന്മ ചെയ്യുന്ന. ഏറ്റവും വലിയ നന്മ എന്താണെന്നറിയോ? അൻ തഅബുദല്ലാഹ്, അല്ലാഹുക്ക് നീ ഇബാദത്ത് ചെയ്യല. നിസ്കാരം എന്നല്ല അവിടെ പറഞ്ഞു, തുസല്ലിയലില്ല എന്നല്ല പ്രയോഗം. നമ്മൾ വിചാരിക്കും നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർക്കൽ മാത്രം. അല്ലല്ല, അൻ തഅബുദല്ലാഹ്, നിന്റെ ജീവിതം മുഴുവനും ഇബാദത്താണല്ലോ. എങ്ങനെയാ ഇബാദത്ത് ചെയ്യേണ്ടത്? കഅന്നക തറാഹ്, നീ അല്ലാഹുവിനെ അങ്ങോട്ട് കാണുന്നുണ്ട് എന്ന പോലെ. ക്യാമറക്കാരന്റെ ക്യാമറ നിന്നെ കാണുന്നു എന്നല്ല ഇഹ്സാൻ, നീ അല്ലാഹുവിനെ കാണുന്നുണ്ട്. അങ്ങനെ നീ ഇബാദത്ത് ചെയ്യലാണ് നിന്റെ ഇഹ്സാൻ. മുഅ്മിനായി കഴിഞ്ഞാൽ, ഇസ്ലാം കിട്ടിയാൽ, ഈമാൻ കിട്ടിയാൽ പിന്നെ കിട്ടേണ്ടത് ഇഹ്സാനാണ്. ആ ഇഹ്സാനെ സംബന്ധിച്ചാണ് തസവുഫിന്റെ ഘട്ടം എന്ന് നമ്മൾ പറയാം. അതാണ് തസവുഫ്. ഇസ്ലാം ഫിഖ്ഹാണ്, ഈമാൻ നമ്മുടെ അഖീദയാണ്, ഇഹ്സാൻ തസവുഫാണ്. കഅന്നക തറാ, നീ അല്ലാഹുവിനെ കാണുന്ന പോലെ. വഇല്ലം തകുൻ തറാ, നീ അല്ലാഹുവിനെ കണ്ടില്ലെങ്കിലും ഫഇന്നഹു യറാക്, അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ, നമ്മുടെ കണ്ണുകൊണ്ട് ഇപ്പൊ കാഞ്ഞങ്ങാട് കാണാൻ പറ്റുന്നുണ്ടോ? പോകട്ടെ, ബേക്കൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നോക്കിയാൽ ഇതാ നമ്മുടെ കണ്ണ്.
ഈ കണ്ണിന്റെ മുമ്പ് എനിക്ക് അള്ളാനെ കണ്ടാൽ ഞാൻ വിശ്വസിക്കുമെന്ന് പറയുന്ന മനുഷ്യൻ ഈ ലോകത്തിന്റെ വലുപ്പത്തിലാണെന്ന് മനസ്സിലാക്കണം. ഈ ലോകത്തിന്റെ വലുപ്പത്തിലെ ഭൂമി മാത്രമല്ല, എന്താണ് ഈ ലോകത്തിന്റെ വലുപ്പം? ഈ കോടാനുകോടി നെബുലകളും ഗാലക്സികളും പടച്ച അള്ളാഹുവിനെ ഇന്റെ ഈ 2 കണ്ണുകൊണ്ട് എനിക്ക് കണ്ടാലും ഞാൻ വിശ്വസിക്കൂ. ഇതല്ലേ മണ്ടത്തരം എന്ന് പറയാം? അതുകൊണ്ട് അള്ളാഹു കണ്ണിന് കാണണമെന്ന് ചോദിക്കുന്നത് അള്ളാഹുവിനോട് പറയുന്ന ഏറ്റവും വലിയ അദബുകേടാണെന്ന്. എനിക്ക് എന്നെ കാണാൻ പഠിച്ചോനെ, നിന്റെ കണ്ണുകൊണ്ട്, ഈ ചെറിയ കണ്ണെന്ന് പറഞ്ഞ നിന്റെ തലച്ചോല് കിടക്കുന്ന സാധനം നിന്റെ സ്കള്ളിൽ അള്ളാഹു പിടിപ്പിച്ച നിന്റെ ഐ ക്യാവിറ്റിയിൽ വെച്ച 2 കണ്ണ്, 2 ബോളുകൾ, 2 ലെൻസുകൾ, ഇതിന്റെ മുമ്പിൽ അള്ളാഹനെ കാണണമെന്നോ? ആരാണ് ഈ കണ്ണുകൊണ്ട് കാണാത്ത എന്നാൽ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കോടാനുകോടി അമ്പിയാക്കന്മാരുടെ മെസ്സേജുകൾ ലോകത്ത് അള്ളാഹു നടത്തിക്കൊണ്ടുപോയത്, ഔലിയാക്കന്മാർ പഠിപ്പിച്ചത്, അള്ളാഹുവിന്റെ കിതാബുകൾ പഠിപ്പിച്ചത്, ആ റബ്ബിനെ നീ അങ്ങോട്ട് കാണുന്ന പോലെ നീ ഇബാദത്ത് ചെയ്തോ. നീ റബ്ബിനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ക്യാമറ, CCTV ക്യാമറന്റെ മുമ്പ് തന്നെ ഒരു ക്യാമറ ഇസ്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ക്യാമറക്ക് അങ്ങോട്ട് നോക്കാൻ. ക്യാമറ വെക്കണ്ട, നീ അങ്ങോട്ട് നോക്കിക്കോ. ക്യാമറ നിന്നെ ഇങ്ങോട്ട് നോക്കലല്ല, നീ അങ്ങോട്ട് നോക്കി, ഇന്ന റബ്ബ് കാണുന്നുണ്ട്. അങ്ങനെ ജീവിക്കാൻ പറ്റിയാൽ അതാണ് ഒരു മനുഷ്യന് മുസ്ലിമായി ഈമാൻ കിട്ടിയാൽ പിന്നെ കിട്ടേണ്ടത് ഇഹ്സാൻ. പിന്നെ ചോദിച്ച ചോദ്യമാണ് മത്തസ്സാ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? തങ്ങൾ മറുപടി പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സായിൽ, ചോദിക്കപ്പെട്ട ഞാൻ ചോദിച്ച നിങ്ങളെക്കാളും തദ്വിഷയകമായി അറിയുന്ന ആളല്ല. അഖ്ബിർനി അൻ അമാറാതിഹാ, അടയാളം പഠിപ്പിച്ചു തരൂ നബിയെ. അൻതലിദൽ അമതു റബ്ബതഹാ, ഒരു അടിമപ്പെണ്ണ് തന്റെ ഉടമസ്ഥയെ പ്രസവിക്കുമ്പോ യജമാനത്തിക്ക് അടിമപ്പെണ്ണ് ജന്മം കൊടുക്കുക. അടിമപ്പെണ്ണിന് ജനിക്കുന്ന മക്കള് ജന്മന അടിമകളാണ്. പക്ഷെ അടിമപ്പെണ്ണിന് ഉടമസ്ഥ ജനിക്കുമ്പോൾ ഈ ഹദീസിന്റെ 36ഓളം വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഉലമാ. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? അൻതലിദൽ അമതു റബ്ബതഹാ. പിന്നെ പറഞ്ഞതാ അൻചറൽ ഹുഫാതൽ ഉറാതൽ ആലത റിആഅശ്ശായ യതതാവലൂന ഫിൽ ബുന്യാൻ, ചെരുപ്പ് പോലും വാങ്ങാൻ പൈസയില്ലാതിരുന്നവർ, ചെരുപ്പ് വാങ്ങാൻ, തുണിക്കഷ്ണം പോലും വാങ്ങാൻ പൈസയില്ലാതെ നടന്നവർ, പട്ടിണി പാവങ്ങളായ പച്ച പാവങ്ങളായി ജീവിച്ചവർ, പഠിക്കാൻ പോയത് പോലും ഭക്ഷണം കഴിക്കാൻ, അതുകൊണ്ടാ മുതലാളിമാരുടെ മക്കളൊന്നും മൂല്യന്മാരെ കാണൂല, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. വീട്ടിൽ തിന്നാനൊക്കെ ഒപ്പുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്നാൽ മതി. ഇപ്പോഴത്തെ കാലത്തെ പിന്നെയും കുറെയൊക്കെ വയസ്സുള്ളവരൊക്കെ മക്കളെ ദീൻ പഠിപ്പിക്കാൻ പറഞ്ഞേക്കാൻ തുടങ്ങിയത്. മുമ്പൊന്നും അങ്ങനെ ഇല്ലല്ലോ. കഷ്ടപ്പാടാ, എന്നാ പിന്നെ ആ ദർസക്ക് പോയിക്കോട്ടെ, 5 നേരം ഭക്ഷണം കിട്ടുമല്ലോ, അങ്ങനെ പഠിച്ചു വന്നു. കാരണം പറയാം, മൂല്യന്മാരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും ഒക്കെ യതസാവലൂന ഫിൽ ബുന്യാൻ, കണ്ണെത്താ ദൂരത്തേക്ക് ഉയരുന്ന അമ്പര ചുംബിൽ കെട്ടിപ്പൊക്കുന്നവർ ഈ പച്ച പാവപ്പെട്ടവരായി കഴിയുന്ന കാലം അന്ത്യനാളിനെ കാത്തിരുന്നോളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പച്ചപ്പാവങ്ങളായി ജനിച്ചവർ, പച്ചപ്പാവങ്ങളായി വളർന്നവർ, ജീവിത പൊരയിൽ തിന്നാൻ പോലും വകയില്ലാതെ ജീവിച്ചവരൊക്കെ മഹാകോടീശ്വരന്മാരും മില്യനേഴ്സും ബില്യനേഴ്സും ഒക്കെ മാറിക്കഴിയുമ്പോ അത് എല്ലാ വകുപ്പിലുള്ളവര് صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.